ഇന്ന് എനിക്കൊരു ഇവന്റിന് പോകാൻ വേണ്ടി ഞാനൊരു ഉബർ ബുക്ക് ചെയ്തു. എളുപ്പമായിരുന്നു. 3 മിനിറ്റിൽ ഉബർ വന്ന് ഞാൻ ഉബറിൽ കയറി, ഒരു കുഴപ്പമില്ല. പക്ഷെ കയറിയപ്പോ തന്നെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, ഡ്രൈവർ ചേട്ടന് ഭയങ്കര സ്നേഹം, എന്തൊരു സന്തോഷം, ഭയങ്കര റെസ്പെക്ട്. കയറിയപ്പോ തന്നെ പുള്ളി എന്റെ നാട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയം കൊണ്ട് പുള്ളി എന്റെ ബയോഗ്രഫി എഴുതുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് എപ്പോഴും എടുക്കുന്ന ട്രിക്ക് തന്നെ അങ്ങ് എടുത്തു. താണ്ട് ഈ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ അങ്ങ് വെച്ച് ഹരിമുരളിയിലവൻ തൊട്ട് പൊൻതിങ്കൾക്കല പൊട്ടു തൊട്ട ഹിമാവൻ ആ പാട്ട് വരെ ഞാൻ കേട്ടു. അത് തീർത്തപ്പോ ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ചു. എന്നാലും ആ ചേട്ടൻ ചോദിക്കുന്ന ഒരു സാധനവും ഞാൻ കേൾക്കില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പുള്ളി എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഞാൻ കേൾക്കണില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്ക് പുള്ളി ആ സീറ്റിൽ അടിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഞാൻ ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരുന്നു. കുറെ തവണ സീറ്റിലടിച്ചപ്പോ ചേട്ടന് മനസ്സിലായി ചേട്ടന്റെ തന്നെ വണ്ടിയല്ലേ, വെറുതെ എന്തിനാണ് നശിപ്പിക്കണമെന്ന്. പെട്ടെന്നാണ് ചേട്ടൻ ഒരാളെ ഡയൽ ചെയ്ത്, എടാ നമ്മുടെ 40 ലക്ഷത്തിന്റെ വീടിന്റെ സെയിലിൽ നിന്ന് ഒരാൾ വിളിക്കും കേട്ടാ. പുള്ളി ഫുൾ വോളിയത്തിൽ സ്പീക്കറിലാണ് ഈ കോൾ ഇട്ടത്. അപ്പൊ എന്റെ ഈ ചെവിയിൽ നിന്ന് കേൾക്കണ ഹരിമുരളി രവത്തിന് വലിയ എഫക്ട് ഒന്നും ഇല്ല. ഞാനിങ്ങനെ മിററിലൂടെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി 50 ലക്ഷത്തിന്റെ വീട് 50 ലക്ഷത്തിന്റെ വീട് എന്നിങ്ങനെ പറയുന്നതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഹെഡ്സെറ്റ് എടുത്തിട്ട് ഇതുവരെ ഒന്നും കേൾക്കാത്ത പോലെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ചെവിയിൽ നിന്ന് നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ ഇത് ഊരേണ്ട ആവശ്യമുണ്ട്. ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഞാനും ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴും ഇത് ഊരി ഗൂഗിൾ പേ എടുത്ത് ചേട്ടന് പൈസ കൊടുത്തിട്ട് ഇറങ്ങാൻ നേരത്തേക്ക് മോളെ 5 സ്റ്റാർ ഇടണേ, ഞാൻ പറഞ്ഞു ഇടാൻ ചേട്ടാ 5 സ്റ്റാർ ഇടാം. ഞാൻ പുറത്തിറങ്ങി. ആ മിററി കൂടി ഇയാൾ ഇങ്ങനെ എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പുള്ളി ഒരു യൂ ടേൺ എടുത്തിട്ട് മോളെ 5 സ്റ്റാർ ഇടണേ തൊട്ട് എനിക്ക് നല്ല നെഗടിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാണ് വീണ്ടും എന്റെ അടുത്ത് 5 സ്റ്റാർ ഇടണെന്ന് പറയുന്നത്. നല്ല തിരക്കുള്ള റോഡാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. എണ്ണം വീണ്ടും വന്നിട്ട് മോളെ 5 സ്റ്റാർ ഇടണേ പറഞ്ഞ ആ സെക്കൻഡ് അപ്പുറത്തെ കടയിലെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന എല്ലാ പിള്ളേരെ ഫോൺ വാങ്ങിച്ചിട്ട് അങ്ങേർക്ക് 1 സ്റ്റാർ ഇടാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നിന്ന്. അപ്പൊ അങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങ് പോയി. മിണ്ടായിരുന്നിരുന്നെങ്കിൽ അയാൾ 5 സ്റ്റാറും കൊടുത്തിട്ട് റിച്ച് ഡ്രൈവർ ഓൾസോ ഡൂയിങ് റിയൽ എസ്റ്റേറ്റ് എന്നൊരു കമന്റും കൂടി ഇട്ട് ഞാൻ വിട്ടാന്.